എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ സന്തോഷമായി സജീവമായി ജീവിക്കാം എന്ന ഈ ചർച്ചകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിനിക്ക് ഇന്നൊരു കാര്യം പറയാനുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. മിനി, അത് പറയാമോ? കഴിഞ്ഞ ചില ആഴ്ചകളായി എനിക്ക് മനസ്സിനൊട്ടു സുഖം തോന്നുന്നില്ല. പെട്ടെന്ന് വിഷമവും ദേഷ്യവും വരുന്നു. ഉറക്കവും കുറവാണ്. ഞാൻ ഇതിനെന്താ ചെയ്യേണ്ടത്? മിനി, മനസ്സിന് സുഖം തോന്നുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞതും തുറന്നു പറഞ്ഞതും വളരെ നന്നായി. ഇതുപോലെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് സഹായം തേടേണ്ടത് ആവശ്യമാണ്. ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മനസ്സിന്റെ ആരോഗ്യം. ഈ മീറ്റിംഗിന് ശേഷം മിനിയോട് ഞാൻ വ്യക്തിപരമായി സംസാരിക്കാം. ആദ്യം എല്ലാവരും അറിയേണ്ട ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. വേഗതയേറിയ ഈ ലോകത്ത് നമ്മൾ എല്ലാവരും സ്വസ്ഥമായ മനസ്സിനായി ആഗ്രഹിക്കുന്നു. എന്നാൽ ജീവിതത്തിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ സമാധാനത്തെ കെടുത്തിക്കളയുന്നു. നാം സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുകയും നാം ആഗ്രഹിക്കാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നു. സമ്മർദ്ദം എല്ലാവരെയും ബാധിക്കുന്നു. സ്കൂൾ പരീക്ഷകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലിസ്ഥലത്തെ സംഘർഷങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്നിവ ചില കാരണങ്ങൾ മാത്രം. ചില സമ്മർദ്ദങ്ങൾ താൽക്കാലികമാണെങ്കിലും തുടർച്ചയായ സമ്മർദ്ദം നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ബാധിക്കും. സമ്മർദ്ദം ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? ഉദാഹരണത്തിന് തലവേദന, പേശികളുടെ പിരിമുറുക്കം, നെഞ്ചുവേദന, വർദ്ധിച്ച ദേഷ്യം, ശ്രദ്ധക്കുറവ്, ക്ഷീണം. ഞാൻ കഴിവുകെട്ടവളാണ്, എനിക്ക് നല്ലതൊന്നും സംഭവിക്കില്ല എന്നതുപോലുള്ള നെഗറ്റീവ് ചിന്തകൾക്കും സമ്മർദ്ദം കാരണമാകാം. ഈ ചിന്തകൾ നിരാശ, ദുഃഖം മുതലായ വികാരങ്ങൾക്ക് കാരണമാകുന്നു. തിരിച്ചും നെഗറ്റീവ് ചിന്തകൾ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയുമാകാം. ഇത് പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു നിൽക്കുക, വൈകാരികമായി ഭക്ഷണം കഴിക്കുക, അമിതാഹാരം കഴിക്കുക അഥവാ ഇമോഷണൽ ഈറ്റിംഗ്, അല്ലെങ്കിൽ അമിതമായ മൊബൈൽ ഫോൺ, ടിവി, ലഹരി ഉപയോഗം തുടങ്ങിയ പെരുമാറ്റങ്ങളിലേക്ക് നയിക്കുന്നു. എന്നാൽ സമ്മർദ്ദം നിയന്ത്രിക്കാൻ ഫലപ്രദമായ മാർഗങ്ങളുണ്ട്. ആണോ? അവ എന്തൊക്കെയാണ്? നന്ദി മീര, ഈ കാര്യം ചർച്ച ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇതുവരെ സംസാരിച്ചത് മനസ്സിലായി എന്ന് കരുതുന്നു. നാം ഇതുവരെ സംസാരിച്ചത് നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥതയെ ഇല്ലാതാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും തുടർച്ചയായ സമ്മർദ്ദം നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ബാധിക്കും എന്നതിനെക്കുറിച്ചുമാണല്ലോ. സമ്മർദ്ദം ഒഴിവാക്കിയുള്ള ജീവിതം സാധ്യമല്ല. അപ്പോൾ എങ്ങനെ സമ്മർദ്ദം കൈകാര്യം ചെയ്ത് ഫലപ്രദമായി ജീവിക്കാമെന്ന് ചോദിച്ചതിനെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യം നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുക. സ്ട്രെസ് അനുഭവപ്പെടുന്ന സാഹചര്യം മനസ്സിലാക്കാൻ ജേർണലിംഗ് അഥവാ നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും എഴുതുന്നത് സഹായകരമാണ്. 2. ആ ചിന്തകളും വികാരങ്ങളും ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. നിങ്ങൾ പാചകം ചെയ്യുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഓഫീസിലാണെങ്കിലും ആ പ്രവർത്തനത്തിൽ പൂർണ്ണമായും ഏർപ്പെടുക. നിങ്ങളോടൊപ്പമുള്ളവർക്കും പൂർണ്ണ ശ്രദ്ധ നൽകുക. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ തുറക്കുക. അടുത്തതായി നമ്മുടെ മൂല്യങ്ങളെ പരിശോധിക്കുക. കുടുംബത്തിലുള്ളവരോടും മറ്റുള്ളവരോടും സ്നേഹത്തോടും ദയയോടും പെരുമാറുക എന്നതായിരിക്കണം നമ്മുടെ മൂല്യങ്ങൾ. അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മനസ്സിൽ സമാധാനമുണ്ടാകുകയും ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും. കൃതജ്ഞത പരിശീലിക്കുക. ദൈനംദിന സന്തോഷങ്ങളെക്കുറിച്ച് അത് എത്ര തന്നെ ചെറുതായിരുന്നാലും ചിന്തിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കുകയും സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദിവസവും നന്ദിയുടെ ഒരു നിമിഷം ഉണ്ടാകട്ടെ. ഉദാഹരണത്തിന്, ആരെങ്കിലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ നൽകിയ സഹായത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ മാനസികാവസ്ഥയെ പോസിറ്റീവായി മാറ്റും. പക്ഷേ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടല്ലോ. ഇതെല്ലാം ചെയ്തിട്ടും സമ്മർദ്ദ കാരണങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ മാറ്റാൻ കഴിയാത്ത വേദനകളും സാഹചര്യങ്ങളും സ്വീകരിക്കുക. നിങ്ങളുടെ മൂല്യങ്ങൾക്കനുസൃതമായി ജീവിക്കുക. പ്രിയപ്പെട്ടവരുടെ നഷ്ടം, രോഗങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പോലുള്ള ചില ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമാണ്. അവയെ അംഗീകരിക്കുക. സമ്മർദ്ദം നേരിടുമ്പോൾ സഹായം തേടുക. ദയയും കരുതലുമുള്ള സുഹൃത്തുക്കളെ സമീപിക്കുക. ചിലപ്പോൾ നാം നമ്മളോടു തന്നെ ദയ കാണിക്കുവാൻ മറക്കുന്നു. ഞാൻ നല്ലതല്ല, എനിക്കൊന്നും കഴിയില്ല എന്ന നെഗറ്റീവ് ചിന്താ പാറ്റേണിൽ നിന്ന് പുറത്തുവരാൻ അവനവന്റെ ചിന്തകൾ നിരീക്ഷിക്കുക. ചുറ്റുമുള്ള ലോകവുമായി ഇടപഴകുക. ഒരു പുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക, പ്രകൃതിയിൽ സമയം ചിലവഴിക്കുക, പതിവായി നടക്കാൻ പോകുക.
സമ്മർദ്ദം കൈകാര്യം ചെയ്യുവാൻ ശ്രദ്ധാപൂർവമായ ശ്വസനം പരിശീലിക്കുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം സാവധാനത്തിലാക്കുക. ഇനി ആഴത്തിൽ പതിയെ ശ്വാസമെടുത്ത് ഉച്ഛ്വസിക്കുക. 1 മിനിറ്റ് ഇത് ചെയ്യുക. കൃത്യമായ സമയങ്ങളിലുള്ള ഉറക്കം, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. വിദഗ്ധ സഹായം തേടുക. ഇതിലൂടെയെല്ലാം ശ്രമിച്ചിട്ടും മാനസിക പിരിമുറുക്കം തുടരുകയാണെങ്കിൽ തീർച്ചയായും ഒരു കൗൺസിലറെയോ മാനസികാരോഗ്യ വിദഗ്ധരെയോ കണ്ട് സംസാരിക്കുക. അത് നിങ്ങളുടെ ബലഹീനതയെ അല്ല, മറിച്ച് ധൈര്യത്തെയാണ് കാണിക്കുന്നത്. ശാന്തമായ മനസ്സ് കെട്ടിപ്പടുക്കുക എന്നത് ആജീവനാന്ത പരിശീലനമാണ്. അത് ഇന്ന് തന്നെ ആരംഭിക്കുക.